നമസ്കാരം. മുടിവിൻ്റെയും നാശത്തിൻ്റെയും 4 വർഷങ്ങൾ. 2021 മെയ് 20-നാണ് സംസ്ഥാന ചരിത്രത്തിലാദ്യമായിട്ട് തുടർഭരണം നേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ 2ാം വട്ടവും സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയൻ 10ാം വർഷത്തിലേക്ക് കടക്കുന്നുവെന്ന പ്രത്യേകതയും ഈ മെയ് 20-ന് ഉണ്ട് താനും. അടുത്ത മെയ്യിൽ മുഖ്യമന്ത്രിയായി ആര് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന സസ്പെൻസിൻ്റെ ഉത്തരമാകും ഇനിയുള്ള നാളുകൾ. നിങ്ങൾ ആ പേര് തന്നെ കേട്ടില്ലേ? 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം. ഒരു ഏകാധിപതിയുടെ തേർവാഴ്ചക്കാലം എന്ന് പറയാം. അങ്ങനെയേ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയൂ. മുടിവിൻ്റെയും നാശത്തിൻ്റെയും 4 വർഷങ്ങൾ. അതായത് പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക് പോകുന്നു. 2ാം പതിപ്പിൻ്റെ 4ാം പിറന്നാൾ തന്നെ വലിയ ആഘോഷമായി നടത്തുന്നു. മോഹൻലാൽ സിനിമയുടെ പേരായിട്ടുള്ള തുടരും ആ ടാഗ് ലൈനായി സ്വീകരിച്ച് അധികാരത്തുറച്ച ഉറപ്പിക്കുവാനുള്ള നീക്കവുമായാണ് ഇടതുമുന്നണി മുന്നോട്ട് പോകുന്നത്. 2016 മുതൽ LDF സർക്കാർ നടപ്പിലാക്കിയെന്ന് അവകാശപ്പെടുന്ന സർവതല സ്പർശിയായ വികസന മാതൃകയെ തുറന്നുകാട്ടി ഭരണം ഹാട്രിക്കിലെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് പിണറായിയും കൂട്ടരും. പിണറായി തുടരുമോ എന്ന് കണ്ടറിയാം. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്കും 2ാം പിണറായി സർക്കാരിൻ്റെ 5ാം വർഷത്തിലേക്കുള്ള യാത്ര കേക്ക് മുറിച്ചാണ് മുഖ്യമന്ത്രി ആഘോഷിച്ചത്. എന്നാൽ അതിനുള്ള അർഹത ഈ സർക്കാരിനുണ്ടോ എന്ന് ചിന്തിക്കണം. കെടുകാര്യസ്ഥതയും ധൂർത്തും നിഷ്ക്രിയത്വവും കൊണ്ട് നിറഞ്ഞ കഴിഞ്ഞ 9 വർഷങ്ങൾ എന്ന് പറയണം. എന്തൊക്കെ ദുരന്തങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. അതിനും മുകളിലാണ് ഈ സർക്കാർ. നാടിനെ നടുക്കിയ വയനാട് ദുരന്തം, പുനരധിവാസവും, നിരവധി പേരുടെ ജീവനെടുക്കുന്ന വന്യമൃഗ ആക്രമണങ്ങൾ, ആരോഗ്യമേഖലയിലെ വീഴ്ചകൾ, ഏറെ ആരോപണങ്ങൾക്ക് വഴിവെച്ച ADM നവീൻ ബാബുവിൻ്റെ മരണം, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള SFIO കേസ്, തുച്ഛമായ വേതന വർധനവിനായിട്ടുള്ള ആശാവർക്കർമാരുടെ സമരം, അങ്ങനെ തുടങ്ങി നിരവധി വിവാദങ്ങൾ. പോലീസിൻ്റെ ക്രൂരതയുടെ കഴിഞ്ഞ ദിവസത്തിൻ്റെ ഇരയാണ് ബിന്ദു. തിരുവനന്തപുരത്തെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിറത്തിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ടവൾ. ഇങ്ങനെ കെടുകാര്യസ്ഥതയും അക്രമങ്ങളും പോലീസ് അട്രോസിറ്റിയും കൂടി വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് പോലീസ് ഭരണം നടക്കുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. തൃശ്ശൂർ പൂരം കലക്കലും PV അൻവർ ഉയർത്തിയ ആരോപണ പെരുമഴയും PP ദിവ്യ വിവാദവും എല്ലാം സർക്കാരിൻ്റെ പ്രതിസന്ധിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സത്യത്തിൽ വികസനമൊരിടുപ്പും സർക്കാരിൻ്റെ ധൂർത്തും ഉയർത്തിക്കാട്ടിയാണ് ഇത്തരത്തിലുള്ള വാർഷികാഘോഷങ്ങൾ കൊണ്ടാടേണ്ടത്. അത് പ്രതിപക്ഷമാണ് നടപ്പിലാക്കേണ്ടത്. അത്തരത്തിൽ പ്രതികരിക്കാൻ പോലും കഴിയാത്ത ഒരു പ്രതിപക്ഷം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ധൂർത്തിൻ്റെയും കെടുകാര്യസ്ഥതയുടെയും ഭരണം വീണ്ടും 3ാം ഊഴത്തിലേക്ക് കടക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നട്ടലുള്ളൊരു നേതാവ് പ്രതിപക്ഷത്തുണ്ടായിരുന്നുവെങ്കിൽ ഈ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ ഈ കണ്ണന്തുരുവിന് ഒരു തിരിച്ചടി കൊടുക്കാമായിരുന്നു. പക്ഷെ അത് നടക്കില്ല. കാരണം നട്ടലുള്ള ഒരു പ്രതിപക്ഷം ഇന്ന് കേരളത്തിലില്ല. ഇനിയുമുണ്ട്. ആശമാർക്ക് കൊടുക്കുവാൻ കാശില്ലാത്ത സർക്കാരാണ് വാർഷികാഘോഷങ്ങൾക്കാട്ട് കോടികൾ ധൂർത്തടിക്കുന്നത്. 2016 മുതൽ LDF സർക്കാർ നടപ്പാക്കിയ സമഗ്രവും സർവതല സ്പർശിയുമായ വികസന മാതൃകയെ പൂർവാധികം കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് 10ാം വർഷം എന്നതാണ് CPM പറഞ്ഞു വയ്ക്കുന്ന വാദമെന്ന് പറയപ്പെടുന്നത്. ആ 10 വർഷങ്ങൾ ഓർക്കാൻ ആരും മെനക്കെടാറില്ല. ഏത് മേഖലയിലും എന്ത് വികസനമാണ് നടന്നത് എന്ന് തിരിച്ചറിയണം. ആരോഗ്യമേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, വ്യവസായ മേഖലയിൽ, പൊതുരംഗം വീക്ഷിക്കുന്ന ഒരു മേഖലയും സത്യത്തിൽ വികസനം എത്തിനോക്കിയിട്ടില്ല. ആരോഗ്യമേഖലയിൽ വികസന കുതിപ്പ് തുടരുന്നുവെന്ന് മന്ത്രിയും മുഖ്യമന്ത്രിയും പറയുമ്പോഴും ഒരു നേരത്തെ മരുന്നിന് വകയില്ലാതെ ജനം ഭിക്ഷയെടുക്കുന്ന അവസ്ഥ. പാവപ്പെട്ടവരുടെ ആശ്രയ കേന്ദ്രമാണ് സർക്കാർ ആശുപത്രികൾ. അവിടെ എന്ത് അസുഖമായി വന്നാലും പണമില്ലാത്തവൻ പടിക്ക് പുറത്താണ്. കുറിപ്പടി എഴുതി വിടുന്ന ഡോക്ടർമാർക്കുള്ള കമ്മീഷൻ അടക്കം നേടിയെടുക്കുവാൻ എല്ലാ മരുന്നും ഹോസ്പിറ്റൽ വഴി ലഭിക്കാറില്ല. 1-2 മരുന്ന് കിട്ടിയാൽ ഭാഗ്യം. ബാക്കിയുള്ള ആൻറ്റിബയോട്ടിക്സ് അടക്കം പുറത്തെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകൾ വഴി വാങ്ങേണ്ട അവസ്ഥ, സാഹചര്യം. അപ്പോൾ പണമില്ലാത്തവൻ മരണത്തിന് തലവെച്ചാൽ മതി എന്നതാണ് സർക്കാരിൻ്റെ വികസന നേട്ടം. വിദ്യാഭ്യാസ മേഖലയിൽ ഒന്ന് നോക്കൂ. ആ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ ഒരു മന്ത്രി ഉള്ളതും ഇല്ലാത്തതും കണക്കാണ്. എഴുതി കൊടുക്കുന്നത് പോലും വൃത്തിക്ക് വായിക്കാൻ കഴിയാത്ത ഒരു മന്ത്രി.
ഇവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത്? കാലാകാലങ്ങളിൽ തുടർന്നു വരുന്ന വിദ്യാഭ്യാസ രീതിയിൽ നിന്നും എന്ത് പുതുമയാണ് കൊണ്ടുവന്നത് വി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രി? അക്ഷരമറിയില്ലെങ്കിലും 10ാം ക്ലാസ്സുകാരനെ 99.9% വിജയിപ്പിച്ചു വിടുന്നതാണോ നേട്ടം? അതോ ഇല്ലാത്ത സീറ്റ് ഉണ്ടാക്കിയെടുത്ത് തകർന്ന കെട്ടിടത്തിൽ പഠിക്കാൻ വിദ്യാർത്ഥിക്ക് അവസരം കൊടുത്തതാണോ നേട്ടം? ഇത്രയും വലിയ വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ ഉണ്ടായിട്ടാണോ നമ്മുടെ കുട്ടികൾ കടൽ കടന്ന് വിദേശ രാജ്യത്ത് പോകുന്നത് വിദ്യാഭ്യാസത്തിനായിട്ട്? വിജയശതമാനം കൂട്ടുന്നതിൽ കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. പകരം സംവിധാനങ്ങൾ ഉണ്ടാകണം. ജയിച്ചു വരുന്നവരിൽ 30%-ത്തിലധികം കുട്ടികളാണ് മുൻപ് വിദേശത്ത് പോയിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് 45%, 50%-ത്തിലധികമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണോ നമ്മുടെ വികസനം എന്ന് പറയപ്പെടുന്നത്? പ്രകടന പത്രികയിലെ വാഗ്ദാനം നിറവേറ്റുക മാത്രമല്ല, നാടിൻ്റെ ഭാവി പരിഗണിച്ച് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുകയും വേണം ഒരു സർക്കാർ. കേരളം പിന്നിലാണെന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിക്കുന്നവരുടെ മുന്നിലേക്ക് തന്നെയാണ് നമ്മൾ എത്തേണ്ടത് എന്നുള്ള ഒരു സൂചകമെങ്കിലും ഉണ്ടാകണം ഒരു സർക്കാരിന് എന്നുള്ളതാണ്. അടിസ്ഥാന മേഖലകൾ കൂടുതലായി കരുത്താർജിക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഓരോ പദ്ധതിയും നമ്മൾ പ്രഖ്യാപിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും. അതിന് കഴിയുന്നുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയന്? അതിന് കഴിയണം. സർക്കാരും ജനങ്ങളും പരസ്പരം കൈകോർത്തു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക്, വിഭാഗീയതയും വർഗീയതയും കീഴ്പ്പെടുത്താത്ത ഒരു സംവിധാനത്തിലേക്ക്, മാനവീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ മാതൃകയാകണം കേരളം. അങ്ങനെ അത്തരത്തിലുള്ള സംവിധാനത്തിലൂടെ വേണം മുന്നോട്ട് പോകുവാനും, വേണമെങ്കിൽ നിങ്ങൾ തന്നെ മൂന്നാമതും ഭരിക്കുവാനും. LDF സർക്കാരിൻ്റെയും അതിനു മുമ്പുള്ള UDF സർക്കാരുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവരുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കൃത്യമായി കണക്കുകളും വസ്തുതകളും നിരത്തി വേണമെങ്കിൽ താരതമ്യം ചെയ്ത് നോക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. രണ്ട് സർക്കാരുകളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കുമിള പോലെ പൊട്ടിപ്പോകും പിണറായിസം എന്നുള്ളത്. അന്നവർ UDFകാർ 800 രൂപ മുതൽ 1500 രൂപ വരെ ക്ഷേമ പെൻഷൻ നൽകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മുൻ സർക്കാർ 14 ലക്ഷം പേർക്ക് അത് നൽകിയിരുന്നത് 34.43 ലക്ഷമാക്കി മാറ്റി. LDF എന്ത് ചെയ്തു? 1000 മുതൽ 1500 രൂപ വരെ ആക്കി. LDFിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ അവസാന വർഷം ബാങ്ക് വഴിയുള്ള പെൻഷൻ വിതരണം CPM മുടക്കി. ഇരട്ട പെൻഷൻ അവസാനിപ്പിച്ച് സാമൂഹ്യക്ഷേമ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ഒക്കെ ഒന്നാക്കി അത്തരത്തിലൊരു സ്ഥിതിവിശേഷം കൊണ്ടുവന്ന് പെൻഷൻകാരുടെ എണ്ണം 59 ലക്ഷമായി. കോവിഡ് കാലത്ത് മാത്രമാണ് LDF ക്ഷേമ പെൻഷൻ എല്ലാ മാസവും വളരെ കൃത്യമായി നൽകിയത് എന്നുള്ളതാണ്. മുൻപത്തെ സർക്കാരുകൾ പലപ്പോഴും APL ഒഴികെയുള്ള എല്ലാവർക്കും സൗജന്യമായിട്ട് അരി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. APLകാർക്ക് 8 രൂപ 90 പൈസയ്ക്ക് ഓണത്തിനും ക്രിസ്മസിനും റംസാനും ഒക്കെ ഭക്ഷ്യക്കിറ്റ് വരെ കൊടുത്തു. സൗജന്യമായിട്ടുള്ള അരി നിർത്തലാക്കാൻ LDFന് കഴിഞ്ഞു. BPLകാരിൽ നിന്ന് 2 രൂപയും APLകാരിൽ നിന്ന് 2 രൂപ അധികവും വാങ്ങുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടു സംവിധാനം. വർഷത്തിൽ 3 തവണ നൽകിയിരുന്ന ഭക്ഷ്യക്കിറ്റ് നിർത്തലാക്കുവാനും കഴിഞ്ഞു. മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 40 വർഷമായിട്ട് 5 മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്നത് കഴിഞ്ഞ അവരുടെ സർക്കാർ മറ്റു സർക്കാരുകളുള്ള 8ആയി വർദ്ധിപ്പിച്ചു. മഞ്ചേരിയിലും ഇടുക്കിയിലും പാലക്കാട് അടക്കം 30 വർഷത്തിന് ശേഷം തൃശ്ശൂർ, ആലപ്പുഴ ജില്ലകളിൽ 2 പുതിയ ഡെന്റൽ കോളേജുകൾ അടക്കം തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ആ സർക്കാരുകൾക്ക്. UDF വിഭാവനം ചെയ്ത തിരുവനന്തപുരത്തെ ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ്, കോന്നിയിലുള്ള മെഡിക്കൽ കോളേജ്, കാസർഗോഡ്, വയനാട്, ഹരിപ്പാട്, ഈ മെഡിക്കൽ കോളേജുകൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമല്ലേ LDFിൻ്റെ കാലത്തുണ്ടായത്? പ്രതിവർഷം 500 MBBS സർക്കാർ സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മെഡിക്കൽ സ്വാശ്രയ ഫീസ് ഇപ്പോൾ 7 ലക്ഷമായി. ഇത് 20 ലക്ഷമാക്കാനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ഉണ്ടായിരുന്നു. UDFിൻ്റെ കാലത്ത് 652 നടപ്പിലാക്കിയപ്പോൾ LDF അത് 4 വർഷങ്ങൾക്ക് മുമ്പ് 391 കാരുണ്യ പദ്ധതി പ്രകാരം ഏകദേശം 1.42 ലക്ഷം പേർക്ക് 1200 കോടി രൂപയുടെ ധനസഹായം നൽകാൻ കഴിഞ്ഞു. ഗുരുതരമായ 11 രോഗങ്ങൾ ബാധിച്ച പാവപ്പെട്ടവർക്ക് 2 ലക്ഷം രൂപ വരെ നൽകുവാനും അതിലൂടെ സഹായധനം നൽകാൻ കഴിഞ്ഞിരുന്നു പല സർക്കാരുകൾക്കും. LDF കാരുണ്യ പദ്ധതി ഇൻഷുറൻസ് അതിനെ അധിഷ്ഠിതമാക്കി ഒരു സങ്കീർണ പ്രക്രിയയാക്കി മാറ്റി. കാരുണ്യ ലോട്ടറി ആരോഗ്യ വകുപ്പിൽ നിന്ന് ധനവകുപ്പ് ഏറ്റെടുത്തതോടുകൂടി അതിൻ്റെ ഫണ്ടും നിലച്ചു. ആശ്വാസകിരണം പദ്ധതി ഒരു സമാശ്വാസമായിരുന്നു. സ്നേഹസ്പർശം, സ്നേഹപൂർവ്വം, കൂടാതെ വി കെയർ തുടങ്ങിയ പദ്ധതികളിലൂടെയൊക്കെ കിഡ്നി രോഗികൾ, ഡയാലിസിസ് നടത്തുന്നവർ, കൂടാതെ ഈ ഹീമോഫീലിയ പോലുള്ള രോഗികൾ, അരിവാൾ രോഗികൾ, പൂർണ്ണശയ്യ അവലംബരായവർ, അവിവാഹിതരായിട്ടുള്ള അമ്മമാർ തുടങ്ങിയവർക്ക് സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന ധനസഹായം നൽകാൻ മറ്റ് ഗവൺമെൻറ്റുകൾക്ക് കഴിഞ്ഞു. എന്നാൽ ഈ വിഭാഗത്തിന് ധനസഹായം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു.
ആശ്വാസകിരണം പദ്ധതിയിൽ പൂർണ്ണ ശയ്യാവലംബരായിട്ടുള്ള 1,14,188 ഗുണഭോക്താക്കൾക്ക് 13 മാസമായി 89 കോടി രൂപ കുടിശ്ശിക ഉണ്ടാകുന്നു. സമാശ്വാസ പദ്ധതികളിൽ കിഡ്നി രോഗികൾ, ഹീമോഫീലിയ രോഗികൾ, അരിവാൾ രോഗികൾ എന്നിവർക്കുമൊക്കെ അവിവാഹിതരായിട്ടുള്ള അമ്മമാർക്കും മാതാപിതാക്കൾ മരിച്ച കുട്ടികൾക്കുമൊക്കെ നൽകുന്ന ധനസഹായം അടക്കം നിലച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അതുമാത്രമല്ല, മൃതസഞ്ജീവനി അവയവമാറ്റ പദ്ധതി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 683 നടന്നപ്പോൾ LDFന്റെ സർക്കാരിൻ്റെ കാലത്ത് 269 മാത്രമാണ് നടന്നത്. ഇനിയുമുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ എത്ര നടന്നു? 11 രാഷ്ട്രീയ കൊലപാതകങ്ങൾ UDF ഭരണകാലത്തും 38 LDFന്റെ ഭരണകാലത്തും രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു. 6 രാഷ്ട്രീയ കൊലക്കേസുകൾ CBI അന്വേഷിക്കുകയാണ്. CBI അന്വേഷണം തടയാൻ വേണ്ടി മാത്രം ഏകദേശം 2 കോടി രൂപ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച ഒരു മന്ത്രിസഭയാണിത്. PSCയുടെ നിയമനം എന്ന് ആലോചിച്ച് നോക്കിയേ. 1,76,547 UDF നടക്കുമ്പോൾ PSCയുടെ നിയമനം 1,58,680 റാങ്ക് ലിസ്റ്റ് 11 തവണ നീട്ടിക്കൊടുക്കുന്നു LDF സർക്കാർ. ഇങ്ങനെ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ്. ഇവിടെ പുറംവാതിൽ നിയമനം നടക്കുന്നു, കോപ്പിയടി വിവാദം ഉണ്ടാകുന്നു. ഇതൊക്കെ ഇതിനോടൊപ്പം നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. 1,600 കോടി രൂപ ചിലവിട്ട് 227 പാലങ്ങൾ പൂർത്തിയാക്കാൻ UDFന് കഴിഞ്ഞപ്പോൾ ഏതാനും പാലങ്ങൾ തുറന്നു വൻ ആഘോഷം നടത്തുവാൻ LDF സർക്കാർ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവർക്കും പാർപ്പിടമെന്ന് പറയപ്പെടുന്ന ഒരു പദ്ധതിയിലേക്ക് 4.4 ലക്ഷം വീടുകൾ നിർമ്മിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ 2.5 ലക്ഷം വീടുകൾ നിർമ്മിച്ചുകൊണ്ട് ഈ സർക്കാർ പോകുന്നു എന്നുള്ളതാണ്. UDF സർക്കാർ മുന്നോട്ട് വച്ചിരുന്ന ജനസമ്പർക്ക പരിപാടി എന്ന് പറയപ്പെടുന്നത് ജനോപകാരപ്രദമായിരുന്നു. ജനങ്ങൾ അവകാശപ്പെടുന്നു. 11,46,449 പരാതികളിൽ തീർപ്പ് കൽപ്പിച്ചു. 242.87 കോടി രൂപയുടെ ധനസഹായം നൽകി. ജനസമ്പർക്ക പരിപാടിയുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ചട്ടങ്ങളിൽ മാറ്റം വരുത്തി 45 ഉത്തരവുകൾ അതിനോടൊപ്പം പുറപ്പെടുവിച്ചു. ഈ പരിപാടിക്ക് UN അവാർഡടക്കം ലഭിച്ചു എന്നൊക്കെ അവകാശവാദം UDF അന്നത്തെ കാലത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ ആ പരിപാടികളെക്കുറിച്ച് ജനസമ്പർക്ക പരിപാടി പൊളിക്കാൻ പലയിടത്തും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന കാഴ്ച LDF നടത്തി. അതായത് ഒരു ക്ലർക്ക് ചെയ്യേണ്ട പണിയാണ് ഉമ്മൻചാണ്ടി ചെയ്യുന്നതെന്ന് അധിക്ഷേപിച്ചു. ഭരണത്തിന്റെ അവസാന നാളുകളിൽ മന്ത്രിമാരെ വെച്ച് താലൂക്ക് അടിസ്ഥാനത്തിൽ ഇതേ പരിപാടി പേരുമാറ്റി കഴിഞ്ഞ 2021 കാലഘട്ടത്തിൽ പിണറായി നടത്തിയല്ലോ. അതെന്തുകൊണ്ട് പറയുന്നില്ല? ഇങ്ങനെ പറയാൻ ഒരു തരത്തിലുമുള്ള വികസന നേട്ടങ്ങൾ പറയാൻ പറ്റാതായി പോകുന്നത് ഇവരുടെ ഗതികേടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ 2019-20 മാത്രം നഷ്ടം 3,148 കോടി രൂപയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്താണെങ്കിലോ ബന്ധുക്കളുടെയൊക്കെ കൂട്ടനിയമനം നടന്നൊരു കാലഘട്ടമായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇതൊക്കെ പോകട്ടെ, UDFന്റെ കാലത്ത് പൊതുകടം എന്ന് പറയപ്പെടുന്നത് 1,57,370 കോടി രൂപയാണ്. 2024 അവസാനിക്കുമ്പോൾ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം ലഭിച്ചിട്ടുള്ളത് സംസ്ഥാനങ്ങളുടെ പൊതുകടത്തിന്റെ കണക്കിൽ കേരളം 9ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ 4.3 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ മൊത്തം കടബാധ്യത എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാമോ, 1957 കേരളത്തിന്റെ കടമെന്ന് പറയപ്പെടുന്നത് വെറും 34 കോടി രൂപ മാത്രമായിരുന്നു. ഇന്നത് 4.3 ലക്ഷം കോടിയായി വളർന്നുവെന്നത് അതിശയിപ്പിക്കുന്നതാണ് എന്ന് പറയട്ടെ. ഇവിടെ വിഴിഞ്ഞം തുറമുഖവും ദേശീയപാത നിർമ്മാണവും വമ്പൻ പ്രതീക്ഷയായി സർക്കാർ ഉയർത്തിക്കാട്ടുന്ന കൊച്ചി ബാംഗ്ലൂരു വ്യാവസായിക ഇടനാഴിയുമൊക്കെ മാത്രമല്ല തീരദേശ മലയോര പാതകൾ ഉൾപ്പെടെയുള്ള ഉയർത്തിക്കാട്ടപ്പെടുന്ന വലിയ സംവിധാനങ്ങൾ, ഇതാണ് പിണറായിയുടെ ആഘോഷമാകുന്നത്. ആരോ കൊണ്ടുവന്ന പദ്ധതികളൊക്കെ തൻ്റെ പദ്ധതികളാക്കി മാറ്റി വികസന നായകൻ എന്ന പേര് സമ്പാദിച്ച് 3ാം പിണറായി സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു വിജയൻ. അങ്ങനെ 3ാം തുടർഭരണത്തിലേക്കുള്ള കാൽവയ്പ് കൂടിയാകുന്നു ഈ വികസന വർഷം എന്ന് പറഞ്ഞവർ മുന്നോട്ട് വെക്കുന്നത്. വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്നതടക്കം ക്ഷേമമേഖലയിലും ഒപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖവും ദേശീയപാതയും യാഥാർത്ഥ്യമായതോടെ പുതിയ വ്യവസായ ഇടനാഴികൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പദ്ധതികളുമായിട്ട് വികസന രംഗത്തും കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ് സർക്കാർ എന്ന വാദം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുകയാണ്. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി പിണറായി എന്ന ക്യാപ്റ്റന്റെ തോളിലേറിയാണ് 3ാം ഊഴത്തിനുള്ള പോരാട്ടത്തിന് CPM രംഗത്തിറങ്ങുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് അധികാരത്തിൽ വന്ന ഇടതുമുന്നണി സർക്കാർ സ്വന്തമായി അവകാശപ്പെടുവാൻ ഒരു വൻകിട പദ്ധതി പോലുമില്ലാതെ മറ്റു സർക്കാരുകളുടെ കാലത്തെ വികസനങ്ങളുടെ മറവിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ കുതിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ മുച്ചൂടും മുടിച്ച ഒരു സർക്കാർ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഏകാധിപതിയായ ഒരാൾ മുമ്പ് ഭരിച്ചിട്ടില്ല. ഒരിക്കലും ഈ നാട് വികസനത്തിൻ്റെ വർഷങ്ങളായിരുന്നില്ല ഇത്രയും നാൾ.
ഈ കഴിഞ്ഞ 9 വർഷങ്ങളും മുടിവിൻ്റെയും നാശത്തിൻ്റെയും വർഷങ്ങളായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.